പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം മാധ്യമത്തിൽ വളരെ ചൂടുപിടിച്ച ഒരു വാർത്തയായി മാറിക്കഴിഞ്ഞു. ഇക്കാര്യത്തില് നമ്മുടെ സംസ്ഥാനത്തിനും വിഴിഞ്ഞത്തിനും പ്രയോജനമുള്ള കാര്യം എന്താണ് എന്ന് നമ്മൾ വളരെ അഗാധമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വിഴിഞ്ഞം അദാനി പോർട്ട് എന്ന കമ്പനി, അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഈ കമ്പനിയിലെ MSC ഷിപ്പിംഗ് എന്ന് പറയുന്ന കമ്പനി ഷെയർ മേടിക്കുന്നു. ആരിൽ നിന്ന് മേടിക്കുന്നു? നമ്മുടെ അദാനിയുടെ കയ്യിലുള്ള ഷെയറുകളിലെ 49% ഷെയർ അവർ MSC കമ്പനി വാങ്ങാനൊരു ധാരണയാവുന്നു. നമ്മൾ വാങ്ങിക്കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് മീഡിയയിലും നിയമസഭയിലും ഒക്കെയുള്ള വാർത്ത വന്നത്. വാങ്ങാൻ അവരെ താല്പര്യപ്പെടുന്നു. ഒരു 13,000 കോടി രൂപയ്ക്കാണ് അത് വാങ്ങുന്നത്. അപ്പോ 13,000 കോടി രൂപയ്ക്ക് അവരെ ഒരു ഗവൺമെന്റിന്റെ സാങ്ഷൻ ഇല്ലാതെ MSC പോലുള്ള ഒരു ഇന്റർനാഷണൽ കമ്പനി അവരുടെ ലീഗൽ സൈഡിൽ നിന്ന് ക്ലിയറൻസ് ഇല്ലാതെ ഒരിക്കലും വാങ്ങില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരൊരു ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ടാവാം, നമുക്കറിയില്ല. എന്തായാലും അവിടെ ഉടനെ വന്ന മീഡിയയിൽ വന്ന ഹൈപ്പ്, പലപ്പോഴും ഈ മീഡിയയിൽ വരുന്നത് പെയ്ഡ് ന്യൂസ് ആയിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ വൺ സൈഡഡ് ന്യൂസ് ആയിട്ടാണ് വരുന്നത്. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് വാർത്ത വരുന്നത്. വാർത്ത വന്നത് വിഴിഞ്ഞം തുറമുഖത്തിൽ 17,000 കോടി രൂപ 13,000 കോടി രൂപ അദാനി നിക്ഷേപിക്കുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം വേറൊന്നാണ്. അദാനി ഗ്രൂപ്പിന് MSC എന്ന് പറയുന്ന കമ്പനി കുറച്ച് പൈസ വിഴിഞ്ഞത്തേക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നു എന്നല്ല അതിനർത്ഥം. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അദാനി ഗ്രൂപ്പിന്റെ കയ്യിലുള്ള ഷെയർ, അദാനിയുടെ ഷെയർ, അതിന്റെ 49% MSC ഷിപ്പിംഗ് കമ്പനി വാങ്ങും. അപ്പോ നമ്മളുടെ കയ്യിലുള്ള ഒരേക്കർ വസ്തുവില് 49% വസ്തു വേറൊരാൾ വാങ്ങിച്ചാൽ, എന്റെ കയ്യിലുള്ള വസ്തുവില് അതിന്റെ 49% വേറൊരാൾ വാങ്ങിച്ചാൽ ആ പൈസ, അതിൽ ഉൾപ്പെടുന്ന ആ തുക കിട്ടുന്നത് എനിക്കാണ്. ഞാനെന്ന് പറഞ്ഞ വ്യക്തിക്കോ അല്ലെങ്കിൽ എന്റെ ഗ്രൂപ്പിനോ എന്റെ കമ്പനിക്കോ ആണ് കിട്ടുന്നത്, എന്റെ വസ്തുവിനല്ല കിട്ടുന്നത്. അതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ ആ രീതിയിൽ മനസ്സിലാക്കി പോകുമ്പോൾ അദാനിക്ക് MSC ഷിപ്പിംഗ് കമ്പനി കൊടുക്കുന്ന തുക ഇപ്പോഴത്തെ കണ്ടീഷനിൽ വിഴിഞ്ഞത്തേക്ക് ഒരു പൈസ പോലും കിട്ടണമെന്ന് നിർബന്ധമില്ല. അദാനിക്ക് വേണമെങ്കിൽ ഇത് പൈസ കൊടുക്കുന്നത് അദാനി ഗ്രൂപ്പിനാണ് കൊടുക്കുന്നത്, അതായത് അവരാണ് അതിന്റെ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ഓണേഴ്സ് ആണ് കൊടുക്കുന്നത്. ഈ പൈസ അദാനിക്ക് അദാനിയുടെ മറ്റ് തുറമുഖങ്ങൾ നന്നാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, അദാനിയുടെ കടം വീട്ടാൻ ഉപയോഗിക്കാം, അദാനിക്ക് വിഴിഞ്ഞത്തെ തന്നെ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ ഉപയോഗിക്കാം. അങ്ങനെ പലവിധ ഓപ്ഷൻസ് അദാനിയുടെ കയ്യിൽ മാത്രമാണുള്ളത്. ഇതിന്റെ ഒരു എഗ്രിമെന്റില് തുടക്കത്തിൽ തന്നെ ഗവൺമെന്റ് ഒരു കണ്ടീഷൻ വെച്ചത് 25% കൂടുതൽ ഷെയർ വിൽക്കുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ കൺസെന്റ് വേണം എന്നുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. ഈ എഗ്രിമെന്റ് ഇപ്പോൾ വളരെ നിർണായകമായി വന്നിരിക്കുന്ന അവസ്ഥയാണ്. ഇത് സംസ്ഥാനത്തിന് ഗുണകരമായിട്ടൊക്കെ രീതിയിൽ, ഇപ്പൊ നമ്മുടെ MSC പോലുള്ള ഒരു കമ്പനി 900-ഓളം കപ്പലുകളുള്ള ഒരു കമ്പനിയാണ്. അവര് വിഴിഞ്ഞത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യം, എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്, നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമല്ല. പക്ഷേ ആ ഇൻവെസ്റ്റ്മെന്റ്, അതില് ഈ അദാനി ഗ്രൂപ്പില് MSC ഷിപ്പിംഗ് കമ്പനി മുടക്കുന്ന പൈസ നമുക്ക് വിഴിഞ്ഞത്തിന് ഉപയോഗപ്രദമായി വരണമെങ്കിൽ ഇതിന് അംഗീകാരം കൊടുക്കേണ്ടത് രണ്ട് സർക്കാരുകളും അംഗീകാരം കൊടുക്കണം. ഒരു ഷെയർ ഹോൾഡർ എന്നുള്ള രീതിയിലും ഇതിന്റെ പ്രിൻസിപ്പൽ പ്രൊമോട്ടർ എന്നുള്ള രീതിയിലും കേരള സംസ്ഥാനം അനുമതി കൊടുക്കണം. രാജ്യസുരക്ഷയും മറ്റ് ആഭ്യന്തര കാര്യങ്ങളും വരുന്നത് കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും ഇതിന് ക്ലിയറൻസ് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോ ഈ രണ്ട് ജനകീയ സർക്കാരുകൾക്കുള്ള പ്രധാനപ്പെട്ട റോള്, അദാനി കമ്പനി MSC ഷിപ്പിംഗ് കമ്പനി കൊടുക്കുന്ന 13,000 കോടി രൂപ വിഴിഞ്ഞം തുറമുഖത്തിന് എക്സ്ക്ലൂസീവായി ഉപയോഗിക്കണം എന്നൊരു കണ്ടീഷൻ സംസ്ഥാന ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റിന് വയ്ക്കുകയാണെങ്കിൽ അദാനി വീട്ടിലാവും. അദാനിക്ക് ഈ പൈസ കൊണ്ട് മറ്റൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പൊ വിഴിഞ്ഞം എന്ന പദ്ധതിയുടെയും വിഴിഞ്ഞം എന്ന പ്രദേശത്തിന്റെയും സംസ്ഥാനത്തിന്റെയും താല്പര്യങ്ങൾ കാക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് വയ്ക്കാവുന്ന ഒരു കണ്ടീഷൻ, ഈ ഒരു ട്രാൻസാക്ഷൻ, ഈ ഒരു ഓഹരി കൈമാറ്റം ലെജിറ്റിമൈസ് ചെയ്യുമ്പോഴത്തേക്ക്, അതിന് അംഗീകാരം കൊടുക്കുമ്പോഴത്തേക്ക് കേരള സർക്കാരിന് ചില കണ്ടീഷൻസ്
ഈ MSC കമ്പനിയോടും അദാനിയോടും വയ്ക്കാൻ സാധിക്കും. അതായത് MSC ഷിപ്പിംഗ് കമ്പനി ഇതിനു വേണ്ടി ചിലവഴിക്കുന്ന പൈസ കേരള സർക്കാരിന് കൂടെ ഗുണകരമായത്തക്ക രീതിയിൽ അവരുടെയും കൂടെ അഭിപ്രായം അനുസരിച്ചിട്ട് വിഴിഞ്ഞത്തോ അല്ലെങ്കിൽ കേരളത്തിലോ തന്നെ നിക്ഷേപിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ അദാനിക്ക് മുമ്പിൽ വയ്ക്കാൻ കേരള ഗവൺമെന്റിന് സാധിക്കും, കേന്ദ്ര ഗവൺമെന്റിന് സാധിക്കും. ഇങ്ങനെ ഒരു നീക്കത്തിലൂടെ ഈ നേട്ടം കേരള സർക്കാരിനും വിഴിഞ്ഞത്തിനും ഗുണകരമാക്കാനുള്ള ഒരു അവസരം നമ്മൾ ഒരിക്കലും പാഴാക്കരുത്. നന്ദി, നമസ്കാരം.